മക്കളെ, നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പ്രത്യേകിച്ച് ഈ ഒരു ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ ജനുവരി 1 മുതൽ നമ്മുടെ ലൈഫ് കഴിഞ്ഞ വർഷത്തെ പോലെയല്ല. ഇപ്രാവശ്യം ഒരുപാട് മാറ്റങ്ങളോടുകൂടി ഒരു ബെറ്റർ വേർഷൻ ആയിട്ട് നമുക്ക് ഈ ഒരു വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണല്ലേ. അതിന് പല രീതികളിൽ നമ്മൾ തീരുമാനം എടുക്കും. ചിലപ്പോൾ ഈ വർഷം നന്നായിട്ട് പഠിക്കും എന്നുള്ളതായിരിക്കും. ഡെയിലി നിങ്ങൾ ഇത്ര സമയം ഇത്ര മണിക്കൂർ പഠിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു അടുത്ത് വരാൻ വേണ്ടി പോകുന്ന നിങ്ങളുടെ എക്സാമിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കോർ വാങ്ങിയെടുക്കാനുള്ള ഒരു എഫേർട്ട് നിങ്ങൾ കൂട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഹെൽത്ത് വൈസ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡി വൈസ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ ചെയ്യണം. അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ ഈ ഒരു ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കാറുണ്ട് അല്ലേ. നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു ബെറ്റർ ചേഞ്ച് നമുക്ക് വരുത്തിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. പക്ഷേ കുറച്ച് കഴിയും തോറും ആദ്യത്തെ ആ ഒരു ഉന്മേഷവും അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേഷൻ ഒന്നും കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മളിൽ നിന്നും എങ്ങനെയൊക്കെയോ ചോർന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റില്ലേ. അതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ്. അപ്പം നമ്മളിപ്പോൾ എന്തൊരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ നമ്മൾ മാത്രമാണ് എഫേർട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് പറ്റിപ്പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്തിനാണല്ലേ നമുക്കൊരു മടുപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളുടെ ആ ഉള്ളിലേക്ക് കയറി വരികയും നാളെ ആവട്ടെ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ഒരു എക്സ്ക്യൂസ് നമുക്ക് കൊടുത്തു തുടങ്ങും. ആദ്യത്തെ എക്സ്ക്യൂസിൽ നിന്നും പിന്നീട് നമുക്കല്ലേ ഒരു ദിവസമല്ലേ കുഴപ്പമില്ല നാളെ മുതൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സ്ക്യൂസ് നമ്മൾ ആ ഒരു റൂട്ടീനിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാണ്. പിന്നീട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സാധനം ആവർത്തിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ ആ ഒരു ഉഴപ്പ് എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ പോകും. ആൻഡ് ആ ഒരു നമ്മൾ എന്തൊക്കെയാണോ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചത് അതിൽ നിന്നും നമ്മൾ പിന്നോട്ട് മാറിപ്പോകും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ എക്സാമിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കോർ വാങ്ങിക്കണം എന്നുള്ളതാണല്ലേ. അപ്പൊ അതിനും ഇതേപോലെ തന്നെയുള്ള മടുപ്പുകളും അതേപോലെ തന്നെ മോട്ടിവേഷൻ ഇല്ലായ്മയും ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മാറ്റത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബെറ്റർ വേർഷനിലേക്ക് ഒരു ബെറ്റർ മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഒരുപാട് കുട്ടികൾ എല്ലാ വർഷവും പോകുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെൽഫായിട്ട് ഇതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഒരു ബെറ്റർ മാർക്സിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം പ്രോപ്പർ ആയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ലൈവുകളിലും ഇവന്റുകളിലും ഒക്കെ നിങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു മാർച്ചിലെ എക്സാം നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്ക് വാങ്ങിച്ചെടുത്തേ പറ്റുള്ളൂ. നമ്മൾ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്കുണ്ട്, പഠിക്കാനുള്ള ഒരു കഴിവുണ്ട്, നമുക്ക് നമ്മളുടെ മുന്നിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആർജവം അല്ലെങ്കിൽ ആ വിജയിക്കാനുള്ള ആ ഒരു കഴിവ് അല്ലെങ്കിൽ എനിക്കും വിജയിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യം നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റുകയും പിന്നീട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ മോട്ടിവേഷൻ തരുന്നതും അതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ബെറ്റർ ആയിട്ട് പഠിച്ചു പോയി ഈ ഒരു ലാസ്റ്റ് എക്സാം നമ്മളുടെ ഫൈനൽ എക്സാമിന് ബെറ്റർ സ്കോർ നമുക്ക് വാങ്ങിച്ചെടുത്തേ പറ്റുള്ളൂ. സോ അതിന് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനർ ഫാമിലി ഉണ്ട്. എക്സാമിനറിന്റെ റിവിഷൻ ബാച്ചുകൾ ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ റിവിഷൻ ബാച്ചിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ഒരു പ്രോപ്പർ നല്ല മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ട കാര്യം ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള നല്ല ഒരു ക്ലാസ് വേണം ഓരോ ചാപ്റ്ററിന്റെയും. അത് നിങ്ങൾക്ക് റിവിഷൻ ക്ലാസ്സിലൂടെ കിട്ടുന്നുണ്ട്. ഇനി അതിൽ നിന്നും എത്രത്തോളം ചോദ്യങ്ങളാണ് ഓരോ ചാപ്റ്ററിൽ നിന്നും എങ്ങനെയൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതിന് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ലൈവുകൾ തരുന്നുണ്ട്. കൂടാതെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വർക്ക്ഷീറ്റ് രൂപത്തിൽ തരുന്നുണ്ട്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നിങ്ങൾക്ക് എക്സാംസ് മൊഡ്യൂൾ വൈസ് ആയിട്ടും ചാപ്റ്റർ വൈസ് ആയിട്ടും എക്സാംസ് നിങ്ങൾക്ക് നടത്തുന്നുണ്ട്. ആ എക്സാമിലൂടെ നിങ്ങൾക്ക് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എവിടെയൊക്കെയാണ് എൻ്റെ കുട്ടികൾക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കറക്റ്റായിട്ട് ഓരോ ദിവസം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവില്ലേ മക്കളെ. ആ ഒരു ചെറിയ മോട്ടിവേഷൻ നിങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം നിങ്ങളുടെ ഈ ഒരു വർഷം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനും ഒരു ബെറ്റർ വേർഷൻ ആവാനും ഉറപ്പായിട്ടും നിങ്ങൾക്ക് പറ്റും. സോ ആ ഒരു വിശ്വാസം കയ്യിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് മിസ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ക്രാഷ് ബാച്ചുകളിലേക്ക് ഇപ്പൊ തന്നെ ജോയിൻ
ജോയിൻ ചെയ്തിട്ട് പഠിച്ചു തുടങ്ങുക. കാരണം ഇനി കുറേ ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മളും പല ആൾക്കാരെയും പോലെ ആ ഒരു പകുതിയിൽ ഇട്ടിട്ട് പോകുന്ന ആ മോട്ടിവേഷൻ ഇല്ലാതെയായി നമുക്ക് ആ ഒരു ചേഞ്ച് വരുത്താൻ പറ്റാത്ത ഒരു കൂട്ടത്തിലേക്ക് നമ്മൾ ഒരിക്കലും മാറാൻ വേണ്ടി പാടില്ല. സോ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കാര്യമെങ്കിലും നമുക്ക് ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. സോ അതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ക്രാഷ് ഭാഷകളിലേക്ക് ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ആൻഡ് ഒരു ബെറ്റർ വേർഷൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മാറ്റം വരുത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ നിങ്ങൾ യെസ് മിസ് എനിക്ക് ആ മാറ്റം വരുത്തണം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾ ഈ വർഷം മാറ്റിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ എത്രയാണ് ഈ ഒരു ഫൈനൽ എക്സാമിന് നിങ്ങൾക്ക് എത്രത്തോളം മാർക്കാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടെ ചെയ്യാം. താങ്ക്